മാലിന്യത്തിൽ നിന്ന് വരുമാനമുണ്ടാക്കി വാരപ്പെട്ടിയുടെ ബാലസഭാ കുട്ടികൾ മാതൃകയായി. കുടുംബശ്രീ ഒരുക്കിയ ബാലസഭാ ശില്പശാലയിലായിരുന്നു മാലിന്യത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രദർശനവും. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 ഉൾപ്പെടുത്തി ബാലസഭ സംഘടിപ്പിച്ചു. വിവേകം, വിജ്ഞാനം, വിനോദം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കുടുംബശ്രീ സംയോജിച്ച് ബാലസഭ ശില്പശാല ഒരുക്കിയത്. മാലിന്യത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രദർശനവും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ബാലസഭ നമുക്കൊരു നല്ലൊരു പ്രോജക്റ്റ് ഈ വർഷം ബാലസഭയ്ക്ക് വേണ്ടി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ 2024-25 പദ്ധതി ഉൾപ്പെടുത്തി മാലിന്യത്തെ എങ്ങനെ ഗുണപ്രദമായി അതിന് വരുമാന മാർഗമായി മാറ്റാം എന്ന ചിന്തയാണ് അവരിലുണ്ടായത്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ മാർച്ച് 31-നുള്ളിൽ സീറോ വേസ്റ്റ് പരിപാടിക്ക് തുടക്കം കുറിച്ചതിൻ്റെ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. ആ പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ബാലസഭ ആ മാലിന്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുനഃസംസ്കരിച്ചുകൊണ്ട് എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്ന ഒരു വലിയ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ധന്യ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു ആമുഖ പ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MS ബെന്നി, KM സയ്യിദ്, മെമ്പർ ഷജി ബസി, CDS വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി, പഞ്ചായത്ത് സെക്രട്ടറി MM ഷംസുദ്ദീൻ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ RP-മാരായ ജെസി തോമസ്, ബിനു അജയകുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. CDS മെമ്പർമാർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.